ഹലോ, ഗുഡ് മോർണിംഗ്. ലതാ സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ മഴത്തോര് മുൻപയിലെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരണ്യയും നമ്മുടെ അലീനയും കൂടെ അമ്പലത്തിൽ വന്നിരിക്കുകയാണല്ലോ. അമ്പലത്തിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ശരണ്യയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ അലീന. അപ്പോൾ പറയും, നമ്മൾ ഈ മനുഷ്യൻ ഈ ലോകത്തിലെ ഏറ്റവും മനുഷ്യൻ പേടിക്കുന്ന ഇതെന്താണെന്ന് അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ എന്താ അവളിങ്ങനെ ഓരോന്ന് പറയും, പാമ്പ് പ്രേതം അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമില്ല, മനുഷ്യനെ തന്നെയാണ് പേടിക്കുന്നത് അറിയാം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയും. കാരണം മനുഷ്യനാണ് ഏറ്റവും ദ്രോഹം ചെയ്യുന്നത്, കൂടെ നടന്നിട്ട് ചതിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ശരണ്യയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് അലീന. അപ്പോൾ ഇതുപോലെ പറയും, സ്വർണം, പണം, അന്യവൻ്റെ ഭാര്യ, ഇതൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. മൃഗങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ യാതൊരു തരം ഇതുമില്ല. കൂടെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ തന്നെ കൊന്നിട്ടുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ശരണ്യ ഒരു കാര്യം പറയണം. അപ്പോൾ ശരണ്യ ഞാൻ ചേച്ചിയോട് ഒരു കാര്യം മറച്ചു വെച്ചു എന്ന് പറയും. അപ്പോൾ എന്താ ചോദിക്കുക. അപ്പോൾ പറയും, ചേച്ചിക്ക് എന്നോട് ദേഷ്യം തോന്നുമോ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുമോ എന്താണെന്ന് പറയുമെന്ന് അറിയും. അപ്പോൾ അത് നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പറയും. അപ്പോൾ എന്താ കുട്ടി അറിയാൻ. അപ്പോൾ പറയും, ചേച്ചി ജോലി ചെയ്യുന്ന വീട്ടിലെ അയാളില്ലേ രോഹിത്ത്, അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അതൊരു ഷോക്കാവാണ് നമ്മളുടെ അലീനയ്ക്ക്. അപ്പോൾ അലീന ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആദ്യം ചേച്ചി അയാളെ ഇവർ മറ്റ് 3 പേരും കൂടെ ബലമായിട്ട് ഞാൻ കിടക്കുന്ന കട്ടിലിന് അങ്ങോട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഒരു സീനുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവൻ പോവാൻ നിന്നപ്പോൾ വേറെ ഒരുത്തുണ്ടല്ലോ ഒരു മുടിയൻ, അവൻ പിടിച്ച് വലിച്ച് കൊണ്ടുവരിക. അപ്പോൾ ഹരി ഇവളുടെ കട്ടിലിരിക്കുകയാണ്. അപ്പോൾ അല്ല പറയും, വാടാ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇവളെ കൊണ്ടുവന്നത് പറയുമ്പോൾ, അല്ല നോണയാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല, നീയാണ് അവളെ പ്രേമിച്ച് നീയാണ് അവളെ കൊണ്ടുവന്നത്, അല്ലാണ്ട് നീ എനിക്ക് വേണ്ടിയല്ല കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട് രോഹിത്. അപ്പോൾ പറയുക, ഞങ്ങൾ 3 പേരും പോയി, നീയും കൂടെ ചെല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ രോഹിത്തിനെ പിടിച്ച് ഈ ശരണ്യയുടെ ദേഹത്തേക്ക് തള്ളിയിടുകയാണ്. അപ്പോൾ തള്ളിയിടുമ്പോൾ രോഹിത്ത് ഇങ്ങനെ 2 കൈ ശരണ്യയുടെ അപ്പുറത്തും വയ്ക്കും. ശരണ്യ ഇങ്ങനെ ഫുൾ ബെഡ്ഷീറ്റ് ഇങ്ങനെ കവർ ചെയ്ത് കിടക്ക് കുട്ടി. അപ്പോൾ കുട്ടി പറയുന്നുണ്ട്, ചേട്ടാ എന്നെ ഒന്നും ചെയ്യില്ലേ ചേട്ടാ, എനിക്ക് വയ്യ, ഞാൻ ചത്തു പോകും ചേട്ടാ, എന്നെ ഒന്നും ചെയ്യില്ലേ എന്ന് പറയാം. അപ്പോൾ ഇവൻ നിന്ന് കരയാണ്. രോഹിത്ത് ഇവളെ നോക്കി കരയാണ്. കാരണം രോഹിത്തിന് അപ്പോൾ തോന്നുന്നത് ചിലപ്പോൾ അന്യത്തിമാരായിട്ടായിരിക്കാം. അപ്പോൾ പറയും, വേണ്ട എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ്. ഞാൻ പോട്ടട, എന്നെ വിടട അറിയാം. അപ്പോൾ അങ്ങനെ ഹരി തല്ലിയാണ് രോഹിത്തിനെ. നീ ഞങ്ങളെയും കൂടെ ചതിക്കുകയാണടാ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ അടിക്കുകയാണ്. എന്നിട്ട് പറയും, പിടിച്ച് അവനെ ബാത്റൂമിലിടടാ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പോയാൽ മതി, അവന് വിടുന്ന, അല്ലാണ്ട് അവനെ വിടണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലായിട്ട് പിടിച്ച് ബാത്റൂമിൽ വിടടാ തുറക്കടാ. വാതിലിറങ്ങുമ്പോൾ കരഞ്ഞ് തല അങ്ങനെ വാതിലിൻ്റെ മുകളിൽ അടിച്ച് കരയുക. അപ്പോൾ ഈ കുട്ടി അവിടെ കടന്ന് കരയുന്നുണ്ട്. ശരണ്യ വീണ്ടും ഹരി കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. ഇതുകൊണ്ട് കേട്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ അലീന. അപ്പോൾ അലീന ആ സമയം റോഹിനെയാണ് ആലോചിക്കുന്നത്. അലീനേനെ പിടിച്ചോണ്ട് പോയല്ലോ പോലീസുകാർ എന്നിട്ട്. അപ്പോൾ രോഹിത്ത് അവളെ ഒരു നോട്ടം നോക്കുന്നുണ്ട്, വളരെ ദയനീയമായിട്ടൊരു നോട്ടം. അവളിങ്ങനെ നോക്കുമ്പോൾ സങ്കടപ്പെട്ട് എന്നെ വിട്ടുകൊടുക്കല്ലേ എന്നുള്ളൊരു ഇതിലാണ് നോക്കുന്നത് രോഹിത്ത് അലീന അതാണ് ആലോചിക്കുക. അപ്പോൾ പറയും, ചേച്ചി ഇത് ഞാൻ പറയേണ്ടതായിരുന്നു പോലീസിനോട്. എൻ്റെ സമുദായക്കാരും പോലീസുകാരും പാർട്ടിക്കാരും അയൽവക്കക്കാരും ബന്ധുക്കാരും ഒക്കെ രോഹിത്തിനെയും കൂടെ ഞാൻ പറഞ്ഞതാണ് പോലീസിൻ്റെ അടുത്ത്. രോഹിത്ത് എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അവരൊക്കെ കൂടെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നോട് ക്ഷമിക്ക് ചേച്ചി, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഈ കുട്ടി പറയാണ് നമ്മളുടെ അലീനയോട്. അപ്പോൾ പറയും, എന്നിട്ട് എന്തുകൊണ്ട് മോളെ അത് നീ പിന്നീട് പറഞ്ഞില്ല, പേടിച്ചിട്ടാണ് ചേച്ചി. ഞാൻ വേണമെങ്കിൽ ഇനി അത് തിരുത്തി പറയാം, എനിക്ക് ഒരു പേടിയില്ല, ഞാൻ ഇനി അത് തിരുത്തി പറയാം എന്ന് പറയാണ്. അപ്പോൾ പറയും, ഇനി ചേച്ചിക്ക് എന്നോട് ദേഷ്യമാണോ നോക്കുമ്പോൾ, ഇല്ല മോളെ, ഒരിക്കലും എനിക്ക് നിന്നോട് ദേഷ്യമല്ല, ഞാൻ എന്തിനാ മോളെ നിന്നോട് ദേഷ്യപ്പെടുന്നത്, ഒരിക്കലും എനിക്ക് നിന്നോട് ദേഷ്യമല്ല എന്ന് പറയണം. അപ്പോൾ പറയും, ചേച്ചി ഞാൻ ചെയ്യാൻ നിരപരാധിയാണ്, ഇതിൽ എന്നെ കൊണ്ട് എല്ലാവരും കൂടെ ചെയ്യിച്ചതാണ്. കാരണം 4 പേരുണ്ടെന്ന് പറഞ്ഞാൽ കേസിന് ഒത്തിരി കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആവുമെന്നാണ് പറഞ്ഞത് അവർ. അതുകൊണ്ടാണ് രോഹിത്തിൻ്റെ പേരും കൂടി ആ ചേട്ടൻ്റെ പേരും കൂടെ ഇതിൽ വലിച്ചിട്ടത്. ആ ചേട്ടൻ എന്നെ ഒന്നും ചെയ്തില്ല, 3 പേരാണ് എന്നെ ഉപദ്രവിച്ചതെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ 4ാമത്തെ പേര് പോലീസൊക്കെ കൂടെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണെന്ന് പറയാണ്. അപ്പോൾ ചേച്ചിയോട് ഒന്നുകൊണ്ടും ദേഷ്യം തോന്നില്ലായിരുന്നു. ഇല്ല മോളെ, നീയൊരു പാവല്ലേ എന്ന് പറയും. അപ്പോഴേക്കും അനിയൻ ഉണ്ടല്ലോ പാവം വന്നിട്ട് അറിയാതെ, അതേ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുക, പോവല്ലേ എന്ന് പറയും. ഇപ്പോൾ പോവാന്ന് പറയുകയാണ്.
അപ്പോൾ ചേച്ചിക്ക് എന്നോട് പിന്നെ അപ്പോൾ ഈ കുട്ടി പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇല്ല മോളെ എന്ന് പറയും. പിന്നെ നീ ദിവസവും അമ്പലത്തിൽ വരണം, ദൈവനെ കൂട്ടി വരണം, അല്ലെങ്കിൽ അമ്മയെ കൂട്ടി വരണം, ആരെന്ത് ചോദിച്ചാലും അതിന് നല്ല മറുപടി കൊടുക്കുക, വേണ്ട പേടിച്ച് വീടിനകത്ത് ഒതുങ്ങിക്കൂടരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിൻ്റെ അടുത്തേക്ക് വന്നത്. കാരണം എന്നെപ്പോലും പിന്നെ കൊല്ലാൻ തയ്യാറാക്കിയിട്ട് മരണഭയം പോലും മറന്ന് ഞാൻ നിന്നെ സഹായിച്ചത് എൻ്റെ മനസാക്ഷിക്ക് വേണ്ടിയാണ്. നിന്നെ രക്ഷിക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിന്നെ നടത്തി ഞാൻ ഇതെവിടെ വരെ എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം നിൻ്റെ മനസാക്ഷിക്ക്, അപ്പോൾ ഞാൻ തിരിച്ചു പറയണോ എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ മനസാക്ഷിക്ക് എന്ത് തോന്നുന്നോ അത് പറയാം. ഒരിക്കലും ഞാനൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നത്. അത് പിന്നെ അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ മനസാക്ഷിക്ക് എന്ത് തോന്നുന്നു അത് പറയൂ എന്ന് പറയണം. അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മുടെ അലീന വീട്ടിൽ തിരിച്ച് വരും. ഒരു ഓട്ടോയിൽ കയറി വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഓട്ടോക്കാരൻ 150 രൂപ ചോദിക്കുക. അപ്പോൾ പറയും ഒരു ഇതൊക്കെ അല്ലേ ചേട്ടാ അറിയും, അന്ന് 200 എന്ന് പറയുന്നത് ഒരു തരം സ്വഭാവം. അപ്പോൾ അങ്ങനെ 150 രൂപ കൊടുത്ത് അയാളെ വിടുക. അത് വന്ന് ബെല്ലടിക്കുമ്പോൾ മറ്റേ ഉണ്ടല്ലോ സാധനം ഭവിത, അവളവിടെ ഫോണിലിരുന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തോന്നുന്നു. അപ്പോൾ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഇവൾ വന്ന് ജനാലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അലീന പുറത്ത് നിൽക്കുക. അലീന ആകെ തകർന്നാണ് വന്നിരിക്കുന്നത്. കാരണം രോഹി പിന്നെ നിരപരാധി എന്ന് പറഞ്ഞതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷെ അവൻ എന്തുമാത്രം അനുഭവിച്ചു, അതാണ് ഏറ്റവും സങ്കടം. അപ്പോൾ വന്ന് പിന്നെ നോക്കും, പിന്നെ ഒന്നുകൂടെ അടിക്കുമ്പോൾ എന്തിനങ്ങനെ ബെല്ലടിക്കുന്നത്, ഇവിടെ ആരെങ്കിലും ഡോർ കീപ്പർമാരെ വെച്ചിട്ടുണ്ടോ, നീ പുറത്ത് പോകുമ്പോൾ ലോകം മുഴുവൻ തെണ്ടി വന്നിരിക്കുകയാണെന്നൊക്കെ ഇവളിങ്ങനെ ആദ്യം പറയുന്നുണ്ട് മനസ്സിൽ. എന്നിട്ട് വന്ന് തുറക്കുക. അപ്പോൾ ഉറങ്ങി കൃഷ്ണമോളില്ലേക്കുമ്പോൾ അവൾ കിടന്നുറങ്ങുകയാണ്. അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ കാറൊക്കെ പോർച്ചിലുണ്ടല്ലേ, രണ്ടാളും കൂടെ ഒന്ന് ഒരുമിച്ചല്ലേ പോയത്, എന്നിട്ടെന്താ കണ്ടില്ല, ഞാൻ പോർച്ചയ്ക്ക് നോക്കിയില്ല. അലീന വളരെ സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്, ഞാൻ പോർച്ചയ്ക്ക് നോക്കിയില്ല എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നീ എന്തിനാ അതിന് ദേഷ്യപ്പെടുന്നത്, ഞാൻ ദേഷ്യപ്പെട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിക്കളിച്ച് അങ്ങോട്ട് പോവുക. അത് കഴിഞ്ഞ് പിന്നെ അലീന വിളിക്കുകയാണ്, ബാലചന്ദ്രനെ വിളിക്കുമ്പോൾ അയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനെ എവിടെ വയ്ക്കുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാതെ നീ എന്താ എന്ന് ചോദിക്കുക. അച്ഛൻ ഇങ്ങോട്ട് വരികയാണോ വയ്ക്കുമ്പോൾ അല്ല, ഞാൻ ഭരണങ്ങാനം വരെ ഒന്ന് പോകണം എന്ന് പറയും. അപ്പോൾ എന്താ എന്ന് വയ്ക്കും. ഇല്ല അച്ഛൻ വന്നിട്ട് പറയാമെന്ന് പറയും. അത്ര സീരിയസ് ആയ കാര്യമാണോ വയ്ക്കുമ്പോൾ അല്ല അച്ഛൻ വന്നിട്ട് പറയാം എന്ന് പറയാം. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നതാണ്. കാറ് കൊടുന്ന് നിർത്തുമ്പോഴേക്കും വേഗം പോയി അലീന വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ഫ്രൂട്ട്സും ബാഗും ഒക്കെ ആയിട്ടാണ് അയാൾ വരുന്നത്. അപ്പോൾ ഇത് ഫ്രൂട്ട്സാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുന്നത്, നീ എന്നെ കാത്തു നിൽക്കുക തോന്നണു എന്ന് പറയുകയാണ്. അപ്പോൾ അതെ അച്ഛാ ഒരു കാര്യം എന്താ പറയും. അപ്പോൾ എന്താ നമുക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കും. അച്ഛാ അത് വളരെ ഇതായി തന്നെ കേൾക്കണം എന്ന് പറയും. അച്ഛൻ ചായ എന്തെങ്കിലും വിളിക്കുമ്പോൾ ചായ ഒന്നും വേണ്ട, ആദ്യം നീ എന്നോട് പറയാനുള്ള കാര്യം നീ പറ എന്ന് പറയാണ്. അപ്പോൾ പറയും അച്ഛാ അത് കേട്ടിട്ട് അച്ഛൻ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്, ഒന്നും പറയുമായിരുന്നത് വളരെ ഇതായിട്ടാണ് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അലീന. അപ്പോൾ പറയും നീ കാര്യം പറയാന്ന് പറയും. അച്ഛാ അപ്പോൾ ശരണ്യക്ക് എങ്ങനെ ഉണ്ടെന്ന് ബാലചന്ദ്രൻ കാർ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ചോദിച്ചിരുന്നു. അപ്പോൾ പറയും അവൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അവളെ ഞാൻ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി പറയുമ്പോൾ അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് അയാൾ പറയുന്നുണ്ട്. അതിനുശേഷം അയാൾ വീട്ടിലെത്തിയിട്ടാണ് ബാക്കി സംഭാഷണങ്ങൾ കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പറയാനുള്ളത് ചോദിക്കുമ്പോൾ അച്ഛാ ഇന്ന് ശരണി എന്നോടൊരു കാര്യം പറഞ്ഞു പറയും. അപ്പോൾ പറയും എന്ത് കാര്യം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രോഹിത്ത് ശരണ്യെ ഒരു വിധത്തിൽ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് അവൾ പറഞ്ഞത് പറയുമ്പോൾ ഇയാളാകെ അന്തം വിട്ട് നിൽക്കുക. പറയും അപ്പോൾ സത്യമാണ് ചോദിക്കുമ്പോൾ അതെ അച്ഛാ സത്യമാണ്, അങ്ങനെയാണ് ശരണി എന്നോട് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അയാൾ ചാടി പുറപ്പെടുകയാണ്. ശരി കാരണം പോലീസുകാരൊക്കെ ഇതിന് കൂട്ടാണ്. അങ്ങനെ അയാൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ് വീണ്ടും.